മോശയോട് തമ്പുരാൻ പറഞ്ഞു, നീ എന്തോ ഈ ചെയ്യുന്നേ? 40 വർഷമായി യിത്രോവിന്റെ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുക. കർത്താവ് പറഞ്ഞു, കാണുന്നുണ്ടോ 20 ലക്ഷം ജനം അപ്പുറത്ത് നിൽക്കുന്നേ? നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതിയും നിന്റെ സ്ഥാനം അതാ. വാട്ട് ആർ യു ഡൂയിങ്? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? മോശ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായിട്ട് നിൽക്കുക. ഓരോ ദിവസവും രാവിലെ 200 ആടുമായിട്ട് ഞാൻ ഇറങ്ങും, വനാന്തരങ്ങളിൽ മരുഭൂമിയിൽ ഇറങ്ങുക. കർത്താവ് പറഞ്ഞു, മോനെ, നീ വിശ്വസ്തനായിട്ട് ഇവിടെ ചെയ്യുകയല്ല, ഭയം നിന്നെ മരുഭൂമിക്കകത്ത് ഒതുക്കി കളഞ്ഞതാ. എനിക്ക് ഭയോ? മോശ പറഞ്ഞു, എനിക്ക് ഭയമില്ല. ദൈവം പറഞ്ഞു, ശരി, നിനക്ക് ഭയമില്ല. നിന്റെ കയ്യിൽ എന്നാ ഇരിക്കുന്നത്? വടിയുണ്ട്, തറയിട്ടാൻ പറഞ്ഞു. തറയിട്ടു. എന്തായി? സർപ്പമായി, പാമ്പായി. എന്റെ ചോദ്യം, എന്താ കർത്താവ് ഇതിനെ ആനയാക്കാത്ത, സിംഹമാക്കാത്ത, എന്താ അല്ല കുതിരയാക്കാത്ത? എന്നാ? കർത്താവിന്റെ മറുപടി, ഇവൻ ആനയെ പേടിയില്ല, സിംഹത്തെ പേടിയില്ല, പുലിയെ പേടിയില്ല, ഇവനാകപ്പാടെ പേടി പാമ്പിനെയാണ്. നിങ്ങൾ ചോദിക്കും, ബ്രദർ എങ്ങനെ അറിയാം? ബൈബിൾ പറയുന്നു, ആമേൻ, സ്നേക്ക് ഈസ് എ സിംബൽ ഓഫ് ഈജിപ്റ്റ്. ഈ പാമ്പിനെ പേടിച്ചാണ് 40 വർഷമായിട്ട് മരുഭൂമിക്കകത്ത് ജീവിക്കുന്നത്. മനസ്സിലായോ? നിന്നെ 40 വർഷം മരുഭൂമിക്കകത്ത് ഒതുക്കിയ വിഷയം എന്നാന്ന്? അതേ കർത്താവേ, മനസ്സിലായി. എനിക്ക് തിരിച്ച് വടിയെ ഒന്ന് താ. കർത്താവ് പറഞ്ഞു, നോ, ഞാനത് ചെയ്യില്ല. കാരണം ഈ പാമ്പ് എന്നെ ഭയപ്പെടുത്തിയില്ല, പക്ഷെ നിന്നെ ഭയപ്പെടുത്തി. അതിന് ഞാൻ എന്നാ ചെയ്യണ്ടേ? കർത്താവ് പറഞ്ഞു, നിന്റെ സീസണ് നീ മാറ്റണം. നിങ്ങളെ ഭയപ്പെടുത്തിയ വിഷയത്തെ നിങ്ങൾ തിരിച്ചു ഭയപ്പെടുത്താൻ പോവുകയാണ്. You are going to be a challenge for your challenges. You are going to be a problem for your problem. നിന്റെ പ്രശ്നങ്ങൾക്ക് നീ പ്രശ്നമായും നിന്റെ വെല്ലുവിളികൾക്ക് നീ ഒരു വെല്ലുവിളിയാകാൻ പോവുകയാണ്.